അപ്പോഴും സമാധാനത്തിന്റെ ഒരു ദീർഘനിശ്വാസത്തിന് സമയമായിട്ടില്ലെന്നാണ് യാഥാർത്ഥ്യം. പക്ഷേ നാളെ ആ കൊലക്കയറിലേക്ക് നടക്കേണ്ട ജീവന്റെ വഴിയിൽ മറ്റു വഴികളൊന്നും തെളിയാതെ കട്ടപിടിച്ചു കിടന്ന അന്ധകാരത്തിൽ ഒരു വെളിച്ചം തെളിഞ്ഞു. റിപ്പബ്ലിക് ഓഫ് യമൻ പബ്ലിക് പ്രോസിക്യൂഷൻ സ്ഥിരീകരിക്കുകയാണ് എല്ലാ വാദങ്ങളും എല്ലാ അപ്പീലുകളും തള്ളപ്പെട്ട് അധികാരികൾ ഒപ്പിട്ട നിമിഷപ്രിയയുടെ ആ മരണ വാറന്റ് നീട്ടിവെച്ച കാര്യം നേരിട്ട് അറിയിക്കുന്നത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്കാണ്. ആ സനായിലെ കോടതി ഒഫീഷ്യൽ ഉത്തരവ് കാന്തപുരത്തിന് നേരിട്ടയക്കാൻ കാരണമുണ്ട്. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച മണിക്കൂറിൽ സ്നേഹത്തിന്റെ ഭാഷ പറയുന്ന അനുയായികൾ സുൽത്താനുൽ ഉലമ എന്ന് വിളിക്കുന്ന ആത്മീയ നേതാവിന്റെ ഇടപെടലാണ് ആ ജീവൻ രക്ഷാ ദൗത്യം. ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലം, കേന്ദ്ര സർക്കാരിനടക്കം ഒരു ഡിപ്ലോമാറ്റിക് ഇടപെടൽ അങ്ങേയറ്റം സങ്കീർണമാക്കുന്ന ഘടകങ്ങൾ ഇന്നലെ സുപ്രീം കോടതിയെ അറിയിച്ചതാണ് അറ്റോർണി ജനറൽ ആർ വെങ്കട്ടരമണി. അങ്ങനെ എല്ലാം അസ്തമിച്ച് ശിക്ഷ നടപ്പാക്കാൻ 24 മണിക്കൂർ പോലും ഇല്ലാത്തപ്പോൾ അടഞ്ഞ വാതിലുകൾ തുറക്കാനിറങ്ങിയതാണ് കാന്തപുരം. ആ രാജ്യത്തെ സൗഹൃദങ്ങൾ, സ്വാധീനങ്ങൾ, യമന്റെ ഗ്ലോബൽ മുഖം ഷെയ്ഖ് ഹബീബ് ഉമറുമായി പതിറ്റാണ്ടുകളുടെ വ്യക്തിബന്ധം ഒക്കെയൊക്കെ കാന്തപുരത്തിന്റെ കരുത്തായി. ആ വ്യക്തിപ്രഭാവത്തിന്, മാനവസ്നേഹത്തിന്റെ വക്താവിന് ആദരവുകൾ, ദീർഘായുസ്സിന് പ്രാർത്ഥനകൾ. അവരെ കുറ്റം പറയാൻ കഴിയില്ല. അക്കാര്യത്തിൽ തലാലിന്റെ കൊലപാതകത്തിൽ അങ്ങേയറ്റം വൈകാരികമാവുന്ന അമ്മ, സഹോദരൻ, അവരുടെ കുടുംബങ്ങൾ, ഗോത്രങ്ങൾ, രക്ഷാവഴിയിലേക്ക് ഇനിയും പ്രധാന ചർച്ചകളൊക്കെ ബാക്കിയാണ്. ദയാധനം വാങ്ങി അപരാധത്തിന് മാപ്പ് നൽകിയത് കോടതിയെ ആ കുടുംബം അറിയിക്കൽ പ്രധാനമാണ്. ആ ബ്ലഡ് മണി അതെത്രയാണെങ്കിലും നമ്മുടെ ഒരു കൂടപ്പിറപ്പിന്റെ ജീവൻ കാക്കാൻ ഈ നാട് സമാഹരിക്കുമെന്നത് കേരളത്തിന്റെ വാക്കാണ്. ലോകത്തോട് പിന്നെയും കരുത്തോടെ, കാമ്പോട്, ആർജവത്തിൽ നമ്മൾ പറയുന്നു, വെറുപ്പിന്റെ വക്താക്കൾ പുലമ്പുന്നതല്ല സത്യം. വീണ്ടുകിടക്കുന്നവന്റെ ജാതിയും മതവും തിരയാതെ ഏതൊക്കെ വഴികളിൽ, ഏത് പരമാവധിയിൽ പോയും കൈപിടിച്ച കയറ്റിലാണ് ഞങ്ങളുടെ ശീലം. ഇതാണ് കേരള സ്റ്റോറി, ദ റിയൽ കേരള സ്റ്റോറി. പ്രിയ പ്രേക്ഷകർക്ക് ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആശ്വാസന വാർത്ത തന്നെയാണ് ഇന്ന് വന്നത്. യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ച വാർത്തയായിരുന്നു അത്. യമൻ സർക്കാർ അക്കാര്യം സ്ഥിരീകരിച്ച് ഉത്തരവിറക്കി. നാളെ നിശ്ചയിച്ചിരുന്ന വധശിക്ഷ അനിശ്ചിതമായി നീട്ടിയെന്നാണ് ഉത്തരവിൽ പറയുന്നത്. ഈ ഉത്തരവ് നേരത്തെ അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞതുപോലെ കാന്തപുരത്തിനാണ് നേരിട്ട് സനായിലെ കോടതി പ്രതിനിധികൾ അയച്ചു കൊടുത്തത്. അത് ബാക്കി എല്ലാവർക്കും അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ അടക്കം കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തു. വിഷയത്തിൽ ഇടപെട്ട എല്ലാവർക്കും നന്ദിയെന്ന് നിമിഷപ്രിയയുടെ കുടുംബവും ആക്ഷൻ കൗൺസിലും പ്രതികരിച്ചു. ഞാൻ അങ്ങനെ ഉറച്ചു വിശ്വസിക്കാണ്. ഒരിക്കലും അങ്ങനെ രാജ്യത്തെ എല്ലാ മക്കളും ഇടപെട്ടിട്ടുണ്ട്. എല്ലാവർക്കും 1000 നന്ദി പറയാണ്. എനിക്ക് ഡീറ്റെയിൽസ് മുഴുവൻ ഡീറ്റെയിൽസ് അറിയില്ല. സാറ് മീറ്റിംഗിലാണ്. നമുക്ക് ഞാനിവിടെ പ്രാർത്ഥനയിലാണ്. നിമിഷനെ എനിക്ക് എപ്പോ വേണമെങ്കിലും കാണാൻ പോകാം. പക്ഷെ സാറിന് ഇപ്പൊ ദിവസം തിരക്കാ. സാറ് കൂടെ വന്നാലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. തന്നെ പോകാൻ പറ്റുന്നതല്ല സ്ഥലം. നിമിഷമായിട്ട് 2 ദിവസം മുമ്പ് സംസാരിച്ചു രാത്രി. നിമിഷയ്ക്ക് നല്ല ടെൻഷനാണ്. നിമിഷയ്ക്ക് എല്ലാ വിവരങ്ങളും അവളുടെ കൂടെയുള്ള ഉദ്യോഗസ്ഥകൾ പുറത്തൊക്കെ പോയി വരുമ്പോ വിവരങ്ങൾ അറിയുന്നത് അവൾക്ക് കൊണ്ടുവന്ന് കൊടുക്കും ന്യൂസേ. അപ്പൊ അമ്മമാര് മമ്മിനെ വിളിച്ച് ചോദിക്ക്, സാമുവൽ സാർ എപ്പോഴാ വരുന്ന, വേഗം കാര്യങ്ങൾ ചെയ്യാൻ പറ എന്ന് പറഞ്ഞ് അവളോട് തിരക്കുന്നുണ്ട് എല്ലാവരും. യമനിലെ പണ്ഡിതരുമായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ഇടപെടലാണ് നിർണായകമായത്. ബൽറാം നെടുങ്ങാടി, ഷഹദ് റഹ്മാൻ എന്നിവർ ചേർന്നു. ഷഹദിലേക്ക് ആദ്യം. ഷഹദ്, ഓൾമോസ്റ്റ് ഡെഡ് എൻഡ്. ഇനി പ്രതീക്ഷകൾ ബാക്കിയില്ല. ചർച്ചകൾ ഏതാണ്ടൊക്കെ അവസാനിച്ച മട്ട്, ഇനി ചെയ്യാൻ കാര്യങ്ങളൊന്നുമില്ല എന്ന മട്ടിൽ കാന്തപുരത്തിന് ഇടപെടൽ ഉണ്ടാകുന്നു. ആ ഇടപെടൽ വന്ന വഴിയേത്, ഇടപെട്ട രീതി ഏത്, ആ ഇടപെടൽ ഫലപ്രദമായത് എങ്ങനെ എന്ന് പറയുകയായിരുന്നല്ലോ കാന്തപുരം, അല്ലേ ഷഹദ്? തീർച്ചയായിട്ടും ഹാഷ്മി, കാരണം ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ. കാരണം എല്ലാ തരത്തിലുമുള്ള ആശയവിനിമയവും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള പ്രതീക്ഷകളും കൈവിട്ട ഘട്ടത്തിലാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മളെല്ലാവരും അല്പം ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു അഭിമാന നിമിഷം, അല്ലെങ്കിൽ റിയൽ കേരള സ്റ്റോറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം 16-ാം തീയതിയായിരുന്നു നിമിഷപ്രിയയുടെ ഇത്തരത്തിൽ വധശിക്ഷ വിധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിൽ നിന്ന് ഇപ്പോൾ താൽക്കാലികമായിട്ട് അത് റദ്ദ് ചെയ്തിരിക്കുന്നു എന്ന ഒരു തീരുമാനം വരുന്നത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലാണ്. അല്പം മുമ്പ് നമ്മൾ ഉസ്താദിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് മുതലാണ് ഈ ഇടപെടൽ നടക്കുന്നത് എന്നുള്ളത്. ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് വെള്ളിയാഴ്ച മുതൽ, അതായത് ഈ ഇവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞത് വെള്ളിയാഴ്ച മുതലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകൾ ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഈ വിഷയത്തിൽ ഒരു ഡെവലപ്മെന്റ്, അതായത് ഓരോ മണിക്കൂറിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ നടക്കുന്നു. പ്രത്യേകിച്ച് അവിടെയുള്ള യമനിലുള്ള സൂഫി പണ്ഡിതരുമായിട്ട് സംസാരിക്കുന്നു. ആ ഘട്ടത്തിലാണ്
ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. മാത്രമല്ല നമുക്കെല്ലാവർക്കും, അതായത് ഒരു മലയാളി എന്ന നിലയ്ക്ക് നമുക്കെല്ലാവർക്കും, അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് നമുക്കെല്ലാവർക്കും ഒരു പ്രതീക്ഷ കൈവരുന്നത് ആ ഘട്ടത്തിലാണ്. ഉസ്താദ് നിരന്തരം അവിടെയുള്ള പണ്ഡിതരുമായിട്ടാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അവർ ഈ കുടുംബത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്പസമയം മുമ്പ് ഉസ്താദ് ഈ വാർത്താ സമ്മേളനം തുടങ്ങുന്ന ഘട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇസ്ലാം മതത്തിൽ മറ്റൊരു നിയമമുണ്ട്. അതായത് കുറ്റം ചെയ്തവർക്ക് പശ്ചാത്തപിക്കാൻ ഒരു അവസരം നൽകണം. ഇസ്ലാം മനുഷ്യത്വത്തിന് പ്രാധാന്യം നൽകുന്നു എന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇന്നത്തെ വാർത്താ സമ്മേളനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അത് നമ്മുടെ മകളായാലും മകനായാലും ആരായാണെങ്കിലും അവരെ രക്ഷപ്പെടുത്തുക എന്നതാണ് അതിന് പ്രാമുഖ്യം നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു യജ്ഞത്തിൽ പങ്കുചേർന്നത്, അല്ലെങ്കിൽ ഇത്തരം വലിയൊരു ദൗത്യത്തിന് അദ്ദേഹം ഭാഗമായത് എന്നുള്ളൊരു കാര്യമാണ് അല്പസമയം മുമ്പ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞിട്ടുള്ളത്. അതായത് പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന എന്ന് പറയുന്നത്, മനുഷ്യത്വപരമായ ഇടപെടലാണ് ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ളത്, അതിനപ്പുറത്ത് ഇതിനെ മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കേണ്ടതില്ല എന്ന ഒരു കാര്യവുമുണ്ട്. അതായത് നമ്മുടെ ഒരു മകൻ, അങ്ങനെ തന്നെ അദ്ദേഹം പറയുകയും ചെയ്തു, നമ്മുടെ ഒരു മകൻ അല്ലെങ്കിൽ മകൾ അത് ആരാണെങ്കിലും ഇത്തരത്തിലൊരു കുറ്റം ചെയ്തു എന്നതിൻ്റെ പേരിൽ ഇത്തരത്തിൽ ഒരു തൂക്കുകയറിന് വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല. മറിച്ച് അത് നമുക്ക് ഏത് തരത്തിലാണോ ആ വിഷയത്തിൽ സാധ്യമാകുന്ന ഇടപെടൽ നടത്താൻ സാധിക്കുക, ആ ഇടപെടലാണ് ഇപ്പോൾ ഇവിടെ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും ഇപ്പോൾ തൂക്കുകയർ അല്ലെങ്കിൽ വധശിക്ഷ അത് താൽക്കാലികമായിട്ട് നീക്കിവെച്ചിരിക്കുന്നു. മാത്രമല്ല ചാണ്ടി ഉമ്മൻ ഇതുമായി ബന്ധപ്പെട്ട ഉസ്താദിനെ അറിയിച്ചത്, ഏതെങ്കിലും തരത്തിൽ മോചനദ്രവ്യം ആവശ്യമാണെങ്കിൽ അത് തൻ്റെ നേതൃത്വത്തിൽ കൂടുതൽ ആവശ്യമാണെങ്കിൽ അത് പിരിച്ചു നൽകാനും, അല്ലെങ്കിൽ ആ തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ നടത്തണമെങ്കിൽ അത് നടത്താമെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് ഇത്തരത്തിൽ ചാണ്ടി ഉമ്മൻ ഇവിടേക്ക് വരികയും ചെയ്യും. നമുക്കറിയാം ഈ വിഷയത്തിൽ, അതായത് ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ഘട്ടത്തിലാണ് കാന്തപുരം ഈ വിഷയത്തിൽ ഇടപെടുന്നത്. അങ്ങനെയാണ് ഇതിലിപ്പോൾ ഏറ്റവും ഒരു ശുഭപ്രതീക്ഷ കൈവരികയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് നയിച്ചതും ഇത്തരത്തിൽ ചാണ്ടി ഉമ്മൻ്റെ ഒരു ഇടപെടലായിരുന്നു എന്നുള്ളതും നമുക്ക് നടന്നത്. ഇന്നലെയും ഇന്നുമായൊക്കെ നടന്ന തീവ്രമായ ചർച്ചകളാണ്. ഇന്ന് രാവിലെയും യമൻ സമയം 10 മണിക്ക് കൊല്ലപ്പെട്ട തലാലിന്റെ അടുത്ത ബന്ധു ഹുദൈദ സ്റ്റേറ്റ് കോടതി ചീഫ് ജസ്റ്റിസ്, യമൻ ഷൂറ കൗൺസിൽ അംഗം, അതൊക്കെ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ എന്ന് പറഞ്ഞാൽ കാന്തപുരത്തിന്റെ വളരെ ആത്മബന്ധമുള്ള ആളുടെ നിർദ്ദേശപ്രകാരമൊക്കെ ഇന്ന് രാവിലെയും ചർച്ചകൾ നടക്കുകയാണ്. ചർച്ചകൾ തീരുന്നില്ല ഷഹദ്. കാര്യം ഏറ്റവും നമ്മളിപ്പോൾ ഒരു ആശ്വാസം മാത്രമാവുന്നുള്ളൂ. നമ്മൾ ശ്രമങ്ങൾ വിജയിക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന എപ്പോഴാണ്, അത് കൊലക്കയർ ഒഴിവാക്കി നിമിഷപ്രിയ നാട്ടിലേക്ക് എത്തുമ്പോൾ മാത്രമേ നമുക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ പറയാനും കഴിയുകയുള്ളൂ. അപ്പോൾ ആ ചർച്ചകളുടെ തുടർച്ചയിലും ഈ കരുതൽ സ്പർശം ഉണ്ടാകും എന്ന ഉറപ്പ് തരുന്നുണ്ടോ കാന്തപുരം ഷഹദ്? തീർച്ചയായും ഹാഷ്മി, അങ്ങനെ തന്നെയാണ്. കാരണം നമ്മളത് ചോദിക്കുകയും ചെയ്തു. ഇനി തുടർന്നുള്ള ഘട്ടങ്ങളിലും ഉസ്താദിന്റെ ഈ സ്പർശം ഉണ്ടാകില്ല എന്ന് ചോദിച്ച ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഇവിടെ കഴിഞ്ഞിട്ടില്ല, ആരംഭിച്ചിട്ടേ ഉള്ളൂ, ഇനിയും കുറെ ഘട്ടങ്ങളുണ്ട്. നിലവിലിപ്പോൾ ഇത്തരത്തിൽ ഈ വധശിക്ഷ നീട്ടിവെച്ചു, അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും എടുത്തു ഒഴിവാക്കി എന്നത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഈ ഘട്ടം ഇവിടെ അവസാനിച്ചിട്ടില്ല. ഇനിയും ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. ആ ചർച്ചകൾ വരും ദിവസങ്ങളിൽ നടക്കും എന്നുള്ള കാര്യമാണ്. അതായത് ഇപ്പോൾ ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇനി ആ കുടുംബവുമായിട്ട് വിശദമായിട്ടുള്ള ഒരു സംസാരം നടക്കേണ്ടതുണ്ട്. അതിനായിട്ടാണ് ഇത്തരത്തിൽ സൂഫി പണ്ഡിതേതരനെ, അതായത് അവിടെയുള്ള ഏറ്റവും ഉയർന്ന മത മേലധ്യക്ഷന്മാരെ അല്ലെങ്കിൽ പണ്ഡിതരെയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അവരുമായിട്ടാണ് നിരന്തരം ഇത്തരത്തിൽ ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നത്. അവരാണ് ഇത്തരത്തിൽ ഈ കുടുംബവുമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ, അതായത് ഇസ്ലാം എന്ന് പറയുന്നത് ഇത്തരത്തിൽ പൂർണ്ണമായിട്ടും ഒരാളെ ഒരു കൊലയ്ക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതല്ല, മറിച്ച് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് പശ്ചാത്തപിക്കാനുള്ള ഒരു അവസരം നൽകുക എന്നുള്ളത് കൂടിയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. എന്നടക്കമുള്ള മതത്തെ കൂടി ഊന്നിക്കൊണ്ടാണ് ഉസ്താദ് ഈ പണ്ഡിതരോട് സംസാരിക്കുകയും അവിടെയുള്ള മതപണ്ഡിതർ ഇത്തരത്തിൽ ഈ യമൻ പൗരന്റെ കുടുംബവുമായിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ നമ്മൾക്ക് ഇപ്പോൾ കൂടുതൽ പ്രതീക്ഷകൾ കൈവന്നിരിക്കുകയാണ്. ആ കുടുംബം വലിയ ആശ്വാസത്തിലാണ്, അതായത് നിമിഷപ്രിയയുടെ കുടുംബം വലിയ ആശ്വാസത്തിലാണ്. നമ്മൾ അല്പസമയം മുൻപ് നിമിഷപ്രിയയുടെ മാതാവിന്റെ കരഞ്ഞുകൊണ്ടുള്ള ആ ശബ്ദം കേട്ടു. അഘട്ടത്തിൽ അവർ വലിയ ആശ്വാസത്തിലാണ്, ഒപ്പം തന്നെ വലിയ പ്രതീക്ഷയിലാണ്. ആ പ്രതീക്ഷ ഇനിയും കൂടുതൽ വാനോളം ഉയരട്ടെ എന്ന് തന്നെയാണ്. അതിനുള്ള എല്ലാ തരത്തിലുള്ള ഇടപെടലും കാന്തപുരത്തിന്റെ ഭാഗത്തു നിന്നും ഈ മർക്കസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ വെച്ച് പുലർത്തുന്നത്. ഉസ്താദ് പറഞ്ഞതുപോലെ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയുള്ള മണിക്കൂറുകളിലും ചർച്ചകൾ തുടരും. കൂടുതൽ ശുഭപ്രതീക്ഷകൾ ഉണ്ടാകട്ടെ എന്ന ഒരു ആഗ്രഹവും പ്രാർത്ഥനയുമാണ് എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അസാധ്യമായി എന്ന് കരുതിയത് സാധ്യമാക്കാൻ കഴിയുമെങ്കിൽ ഇനിയുള്ളതും സാധ്യമാക്കാൻ നമുക്ക് കഴിയും ഷഹദ്. അതിൽ ആശങ്ക വേണ്ടെന്ന് തോന്നുന്നു. ബൽറാം നിങ്ങളോട് വിളിച്ചിരുന്നു. ബൽറാം, ഇവിടെ ദീർഘനാളത്തെ ചർച്ചകൾ ഇപ്പോൾ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ KR ഒക്കെ ഈ വിഷയത്തിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. MNLA നിമിഷപ്രിയയുടെ അഭിഭാഷകൻ അടക്കമുള്ളവർ. ഇനിയാണ് പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കേണ്ടത്. ഈ പറയുന്ന ബ്ലഡ് മണി അല്ലെങ്കിൽ ദയാധനം, ചോരപ്പണം എന്നൊക്കെ പറയുന്നത് എത്രയാണെങ്കിലും അത് കേരളം സമാഹരിക്കുമെന്ന് നമ്മൾ വെറുതെ പറയുന്നത്. നമ്മൾ അബ്ദുൽ കരീമിൻ്റെ കാര്യത്തിലൊക്കെ
കുറഞ്ഞ നാളുകൾ കൊണ്ട് ആ പണം സമാഹരിച്ച് കാട്ടിയ ഒരു മാതൃകാ ജനത കൂടിയാണ് നമ്മൾ. അറിയാനുള്ള തീരുമാനം ഈ ദയാദനം സ്വീകരിക്കാൻ തയ്യാറാണ്, ആ കുടുംബത്തിന് സന്നദ്ധതയാണ്, അതിലേക്ക് എത്താൻ കഴിയും എന്ന് തന്നെയല്ലേ അതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളുടെ പ്രതീക്ഷ? ബൽറാം. ഹാഷ്മി, തീർച്ചയായും വലിയ ശുഭാപ്തി വിശ്വാസം തന്നെയാണ് ഈ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ നിമിഷപ്രിയയ്ക്ക് വേണ്ടി രൂപീകരിച്ച സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അടക്കമുള്ളവർ പങ്കുവയ്ക്കുന്നത്. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിലും ഈ ഒരു ശുഭാപ്തി വിശ്വാസം തന്നെയാണ് പങ്കുവച്ചത്. ഒരു പരിധിവരെ സുപ്രീം കോടതിക്കും അത് ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. അതുകൊണ്ട് തന്നെയാണ് നാളെ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുമെന്നായിരുന്നു നേരത്തെ പുറത്തു വന്ന വിവരമെങ്കിൽ പോലും ഈ വിഷയത്തിൽ സമർപ്പിച്ച ഹർജി വെള്ളിയാഴ്ചത്തേക്ക് വീണ്ടും പരിഗണിക്കാൻ സുപ്രീം കോടതി മാറ്റിവെച്ചപ്പോൾ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ നടത്തിയ ഇടപെടലുകൾ അത് ഫലം കാണും എന്ന ഒരു ആത്മവിശ്വാസം സുപ്രീം കോടതി പോലും പ്രകടിപ്പിച്ചു എന്ന് വിലയിരുത്തേണ്ടി വരും. എന്തായാലും താൽക്കാലിക ആശ്വാസം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. നാളത്തെ വധശിക്ഷ മാറ്റിവെച്ചിരിക്കുന്നു. എങ്കിൽ പോലും ഇനിയാണ് ഈ ഒരു പ്രശ്നത്തിന്, യഥാർത്ഥ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് ഇനിയാണ്. കഴിഞ്ഞ വർഷങ്ങളായി നടന്നു വന്ന ചർച്ചകൾ അത് എവിടെയും എത്തിയിട്ടില്ല. അല്ലെങ്കിൽ ഈ കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയുടെ കുടുംബാംഗങ്ങളെ അനുനയിപ്പിക്കാൻ ഇതുവരെയും പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല. അതിന് പണം ഒരു പ്രശ്നമല്ല എന്ന് ഈ മനുഷ്യസ്നേഹികളെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നു. കേരളം അതിന് ഒറ്റക്കെട്ടായി നിൽക്കും എന്ന് കഴിഞ്ഞ മണിക്കൂറുകളിൽ തന്നെ തെളിയിച്ചു കഴിഞ്ഞു. എങ്കിൽ പോലും അതിന് ആ കുടുംബത്തിൻ്റെ ഒരു സമ്മതം ലഭിക്കുക, മാപ്പ് കൊടുക്കുക എന്ന ചടങ്ങുകൾ അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയ ബാക്കിയുണ്ട്. അതിനുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. നേരിട്ട് ഇടപെടാനുള്ള പരിമിതികൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ തന്നെ കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു. ഒരു നയതന്ത്ര ബന്ധം നിലവിലില്ലാത്ത രാജ്യമാണ് യമൻ എന്നുകൊണ്ട് തന്നെ പല ചർച്ചകളും അനൗപചാരികമായ ചർച്ചകളാണ്. പല അനൗപചാരിക വ്യക്തികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകളാണ്. കഴിഞ്ഞ ദിവസം ആരംഭിച്ച ചർച്ചകളിൽ പോലും കേന്ദ്ര സർക്കാരിൻ്റെ 2 പ്രതിനിധികൾ, വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രതിനിധികളായി 2 യമൻ പൗരന്മാർ ഈ ചർച്ചകളുടെ ഭാഗമായിട്ടുണ്ട് എന്നാണ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് തരത്തിലുള്ള അനൗപചാരിക ചർച്ചകൾ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നടത്തി വരുന്നുണ്ട്. ഇത്തരത്തിൽ നടത്തുന്ന ചർച്ചകളുടെ പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിടാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്ന് സർക്കാർ തന്നെ കോടതിയിൽ അറിയിച്ചിരുന്നു. ആ ചർച്ചകൾ തുടർന്നും നടക്കും. ഒപ്പം തന്നെ മറ്റ് രാജ്യങ്ങളെ ഉൾപ്പെടെ ഈ വിഷയത്തിൽ സൗദി, ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകളും കേന്ദ്ര സർക്കാരിൻ്റെ സജീവമായ പരിഗണനയിലുണ്ട്. ഇന്ന് ഈ കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് ഉള്ള പങ്കുവച്ച കുറിപ്പിലും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ചർച്ചകൾ തുടരുമെന്നും നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി സാധ്യമായ എല്ലാ നടപടികളും ഉണ്ടാകുമെന്ന് തന്നെയാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കുന്നത്. ഹാഷ്മി. ഓക്കെ ബൽറാം നെടുങ്ങാടിയും ഷഹദ് റഹ്മാനുമാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ആ ഇടപെടലുകളെ വില കുറച്ച് കാണിക്കാനുള്ള ഒക്കെ ചില ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇല്ലാത്ത അവകാശവാദങ്ങളുടെ ചില എട്ടുകാലി ടൈപ്പ് വർത്താനം നടക്കുന്നു. അതൊക്കെ നടക്കട്ടെ. നമുക്ക് പ്രധാനം നമ്മുടെ കൂടപ്പുറപ്പായ നിമിഷപ്രിയയുടെ ജീവനാണ്. അത് പൂർണ്ണാർത്ഥത്തിൽ കാക്കാൻ കഴിയും എന്ന പ്രതീക്ഷ. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ന്യൂസ് ഈവനിങ്ങിൽ പ്രധാനപ്പെട്ട രണ്ടാമത്തെ വാർത്തയിലേക്ക് നമ്മൾ പോകുന്നത്, ഇന്ന് രാവിലെ നമ്മൾ കണ്ടു, അന്തർ സംസ്ഥാന മോഷണ സംഘത്തിലെ പ്രധാന കണ്ണികൾ, കുപ്രസിദ്ധ മോഷ്ടാക്കളാണ് കേട്ടോ, പ്രധാന കണ്ണികളാണ് കൊച്ചിയിൽ പിടിയിലായത്. സാഹസികമായിരുന്നു ആ പിടികൂടൽ. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ രാജസ്ഥാൻ, ഹരിയാന സ്വദേശികളെയും മോഷണത്തിന് ഉപയോഗിക്കുന്ന കണ്ടെയ്നർ ലോറി ഒക്കെ പനങ്ങാട് പോലീസ് പിടികൂടി. കസ്റ്റഡിയിലിരിക്കെ പോലീസ് സ്റ്റേഷന്റെ ശുചിമുറിയുടെ ജനൽ തകർത്താണ് ഒരു വിദ്വാൻ കടന്നുകളയാൻ ശ്രമിച്ചത്. പ്രതിയെ സാഹസികമായി പോലീസ് പിടികൂടി. അന്തർ സംസ്ഥാന മോഷണ സംഘത്തെ പിടികൂടിയ പോലീസ് നീക്കങ്ങൾ ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് 24 ആണ്. കൊച്ചിയിൽ നിന്ന് റാഫി കരിയും ആൻമരിയും തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അന്തർ സംസ്ഥാന മോഷ്ടാക്കളെ കേരള പോലീസ് അതിസാഹസികമായി പിടികൂടിയത് ഇവിടെ നെട്ടൂരിൽ നിന്നാണ്. തമിഴ്നാട്ടിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കേരള പോലീസ് നടത്തിയ രാത്രികാല പരിശോധനയിലാണ് ഹരിയാനയിലെയും രാജസ്ഥാനിലെയും മോഷണ സംഘത്തിലെ പ്രധാനപ്പെട്ട കണ്ണികളെ പിടികൂടിയത്. ഇവിടെ നിന്ന് പാർക്ക് ചെയ്ത വാഹനത്തിൽ നിന്ന് മോഷ്ടാക്കളെയും മോഷണത്തിനായി ഉപയോഗിക്കാൻ ഇവർ സൂക്ഷിച്ചിരുന്ന ഗ്യാസ് കട്ടറുകളും കേരള പോലീസ് പിടികൂടി. ഇവിടെ നിന്ന് പനങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്കാണ് ഈ സംഘത്തെ പോലീസ് മാറ്റിയത്. നിലവിൽ പോലീസിൽ നിന്ന് ലഭിച്ച ഈ കാണുന്ന കണ്ടെയ്നർ ലോറിയിലാണ് അന്തർ സംസ്ഥാന മോഷണ സംഘത്തിലെ പ്രധാന കണ്ണികൾ കേരളത്തിലേക്ക് എത്തിയത്. നെട്ടൂരിൽ നിന്ന് പനങ്ങാട് പോലീസ് പിടികൂടിയ ഈ സംഘത്തിൽ
2 ഹരിയാന സ്വദേശികളും ഒരു രാജസ്ഥാൻ സ്വദേശിയുമാണ് ഉണ്ടായിരുന്നത്. കുപ്രസിദ്ധരായ മേവാത്ത ഗ്യാങ്ങിൽപ്പെട്ട ആളുകളാണ് പിടിയിലായ 2 പേർ. നെട്ടൂരിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത പ്രതികളെ പുലർച്ചെ 4 മണിയോടെ പനങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു. പിടികൂടിയ 3 പേരും അന്തർ സംസ്ഥാന മോഷ്ടാക്കളാണെന്ന് മനസ്സിലാക്കിയ പോലീസ് പ്രതികളുടെ കേസ് വിവരങ്ങൾ പരിശോധിക്കുന്നു. പുലർച്ചെ 5 മണിയോടെ പ്രതികളിൽ ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെടുന്നു. 10ലധികം മോഷണ കേസുകളിൽ പ്രതിയായിട്ടുള്ള രാജസ്ഥാൻ സ്വദേശി സൈക്കിൾ രക്ഷപ്പെടുന്നത് പോലീസ് സ്റ്റേഷന്റെ ബാത്റൂം വെന്റിലേഷൻ തകർത്തുകൊണ്ട്. പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെടുന്ന സൈക്കിൾ നേരെ പോകുന്നത് സ്റ്റേഷന് പുറകിലുള്ള ഈ കാട്ടിലേക്കാണ്. പുലർച്ചെ മുതൽ സൈക്കിളിനു വേണ്ടി പോലീസ് തിരച്ചിൽ നടത്തുന്നു. വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷന്റെ 1 കിലോമീറ്റർ പരിധിയിലായിരുന്നു തിരച്ചിൽ. നാല് മണിക്കൂർ നീണ്ടുനിന്ന തെരച്ചിലിനൊടുവിൽ സൈക്കിളിനെ പോലീസ് സ്റ്റേഷൻ പരിസരത്തെ കെട്ടിടത്തിൽ നിന്ന് നാട്ടുകാർ കണ്ടെത്തുന്നു. വിവരമറിഞ്ഞ പോലീസ് പ്രദേശം ചുറ്റിവളഞ്ഞുള്ള പരിശോധന നടത്തുന്നു. ഒടുവിൽ അരമണിക്കൂറിനപ്പുറം നാട്ടുകാരും പോലീസും ചേർന്ന് സ്റ്റേഷനിൽ നിന്ന് ചാടിപ്പോയ പ്രതിയെ പിടികൂടുന്നു. പിടികൂടിയ സൈക്കിളിനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതിനു ശേഷം വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടക്കുന്നു. പിന്നീട് വാഹനം മോഷ്ടിച്ചതും ഉപേക്ഷിച്ചതടക്കമുള്ള നിർണായക വിവരങ്ങൾ പോലീസിനോട് സമ്മതിക്കുന്നു. സംഭവം എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് ഒരു ലോറി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അത് കണ്ടെയ്നർ ലോറിയാണ്. ആ ലോറിയിലുള്ള ആൾക്കാർ ഒരു കാറ് മോഷ്ടിച്ച ആൾക്കാരെന്നാണുള്ള ഒരു ഇൻഫർമേഷനാണ്. അല്ല, അവരുടെ വാഹനത്തിൽ അങ്ങനെ ഒരു ഗ്യാസ് കട്ടറോ ഇതൊന്നും വെക്കേണ്ട കാര്യമില്ല. നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സൂക്ഷിച്ചാൽ അതിന്റെ നടപടി ഉണ്ടാവും. അന്തർ സംസ്ഥാന മോഷണ സംഘത്തെ പിടികൂടാൻ കഴിഞ്ഞെങ്കിലും ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ബാക്കിയാണ്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. നിലവിൽ 3 പ്രതികളും നൽകിയിരിക്കുന്ന മൊഴികൾ പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. ആ വാർത്ത നമ്മളാണ് 24 പ്രേക്ഷകരെ ആദ്യം അറിയിച്ചത്. അതിൻ്റെ ഫോളോ അപ്പ് പ്രേക്ഷകർ രാവിലെ കണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഓടിച്ചെടുപ്പ് റിയൽ ക്രൈം സൈറ്റിലെ ആ ദൃശ്യങ്ങളൊക്കെ ആ സമയം തന്നെ കണ്ടതാണ്. എന്തായാലും ഇനിയും ആ കണ്ടെയ്നറിലെ ദുരൂഹത എന്തായിരുന്നു ഇവരുടെ റിയൽ പ്ലാൻ, യഥാർത്ഥ പ്ലാൻ, അതൊക്കെ ഇനി വ്യക്തമാവട്ടെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ സർവകലാശാല ആ പ്രതിസന്ധി ഹൈക്കോടതിയിൽ നിന്നുണ്ടായ ഉത്തരവോടുകൂടി ഗവർണർക്കുള്ള വലിയ തിരിച്ചടിയോടുകൂടി തന്നെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു നമ്മൾ കരുതി. അങ്ങനെ ആരും കരുതണ്ട. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനം റദ്ദാക്കിയ വിധിക്കെതിരെ രാജ്ഭവൻ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. നാളെ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്യും. VC നിയമനത്തിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പുതുക്കിയ പാനൽ തയ്യാറാക്കി ഗവർണർക്ക് നൽകും. ഗവർണർ ജനാധിപത്യപരമായി നടപടിയെടുക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദു പറഞ്ഞു. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേർന്നു. ഉമേഷ്, നമുക്കറിയാം സമാനതകളില്ലാത്ത വണ്ണം 2 ചേരിയായി 2 രാഷ്ട്രീയ ചേരികളായി നിന്നുകൊണ്ട് വലിയ പോരാട്ടം, വലിയ യുദ്ധം അവിടെ നടക്കുകയായിരുന്നു. അതിനിടയിൽ ഹൈക്കോടതിയുടെ കർശനമായ ഭാഷയിലുള്ള ആ ഉത്തരവ് അത് യഥാർത്ഥത്തിൽ ആശ്വാസമാകേണ്ടത് കുട്ടികൾക്കാണ്. പക്ഷേ ആശ്വാസം നൽകില്ല എന്നാണോ രാജ്ഭവന്റെ തീരുമാനം? അപ്പീൽ പോകാനാണോ രാജ്ഭവന്റെ തീരുമാനം? ഉമേഷ്,
രാജ്ഭവൻ എന്തായാലും ഇതിൽ അപ്പീൽ പോകാൻ തന്നെയാണ് ഇപ്പോൾ ഹാഷ്മി തീരുമാനിച്ചിരിക്കുന്നത്. കാരണം രാജ്ഭവന് വലിയ ക്ഷീണമായിട്ടുണ്ട് ഈ തീരുമാനം. അതുകൊണ്ട് തന്നെ വിവിധ യൂണിവേഴ്സിറ്റികൾക്ക് വിവിധ നിയമമാണ്. ഓരോ യൂണിവേഴ്സിറ്റികളും അവരുടേതായ ലോ ഉണ്ട്, സ്റ്റാറ്റ്യൂട്ട് ഉണ്ട്. ഈ സാഹചര്യത്തിൽ UGCയുടെ നിയമമാണോ അതോ അതാത് യൂണിവേഴ്സിറ്റിയുടെ നിയമമാണോ വലുത്? ഇത്തരത്തിൽ താൽക്കാലിക VC-മാരെ നിയമിക്കുമ്പോഴുള്ള മാനദണ്ഡങ്ങൾ, സ്ഥിരം VC-കൾ ഇല്ലാത്തത് കൊണ്ട് കുട്ടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഈ സാഹചര്യങ്ങളെല്ലാം കാണിച്ച് ഈ VC നിയമനത്തിൽ, അത് താൽക്കാലിക നിയമനത്തിലാണെങ്കിൽ പോലും ഒരു വ്യക്തത സുപ്രീം കോടതിയിൽ നിന്ന് വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും കോടതിയിൽ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് നേരിട്ട് ഈ രണ്ട് VC-മാരെ, അതായത് ഡിജിറ്റൽ സർവകലാശാല VC സിസ തോമസിനെയും സാങ്കേതിക സർവകലാശാല VC ശിവപ്രസാദിനെയും മാറ്റിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധി നേരിട്ട് ചോദ്യം ചെയ്യുകയല്ല. അതിനപ്പുറം ഈ രണ്ട് കോടതി വിധികളെ തുടർന്ന് ഈ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ടുകൾ, ഇത് താൽക്കാലിക VC-കളായ കേരളത്തിലെ മറ്റ് 13 സർവകലാശാലകളും താൽക്കാലിക VC-ആണ്. ഈ രീതിയിൽ താൽക്കാലിക VC-കൾ ഉണ്ടാകുന്നതിനെ തുടർന്നുള്ള ബുദ്ധിമുട്ടുകൾ, ഈ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ഒരു വ്യക്തത തേടിയിട്ടായിരിക്കും എന്തായാലും ഗവർണർ രാജ്ഭവൻ ഇപ്പോൾ കോടതിയിൽ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. വിശദമായ നിയമോപദേശവും ഈ വിഷയത്തിൽ തേടുന്നുണ്ട്. കാരണം ഒരു രണ്ട് യൂണിവേഴ്സിറ്റികളുടെ വിഷയം മാത്രമായി ഈ വിഷയം കാണേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ രാജ്ഭവന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ വിശദമായി തന്നെ ഈ വിഷയത്തിൽ നിയമോപദേശം തേടി വിശദമായി തന്നെ ഹർജി ഫയൽ ചെയ്യും. അതുകൊണ്ടാണ് നാളെ ഹർജി ഫയൽ ചെയ്യാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും യൂണിവേഴ്സിറ്റിയിലെ കഴിഞ്ഞ ദിവസത്തെ വിധിയെ തുടർന്ന് ഈ രണ്ട് യൂണിവേഴ്സിറ്റികൾക്കും താൽക്കാലികമായി ഇപ്പോൾ VC ഇല്ലാത്ത സ്ഥിതി വന്നിട്ടുണ്ട്. എന്തായാലും സർക്കാർ ഉടൻ അതിലൊരു തീരുമാനമെടുക്കും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉടൻ തന്നെ ഇതിൽ 3 പേരെ, ഓരോ യൂണിവേഴ്സിറ്റിയിലെ 3 പേർക്കുള്ള പട്ടിക ഗവർണർക്ക് കൈമാറും. നേരത്തെ തന്നെ സാങ്കേതിക സർവകലാശാലയുടെയും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെയും ഒരു പട്ടിക സർക്കാർ കൈമാറിയിരുന്നു. പക്ഷേ അതിൽ തീരുമാനമെടുക്കാതെയാണ് സ്വന്തം നിലയിൽ അപ്പോയിന്റ്മെന്റ് അന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത്. അതുകൊണ്ടാണ് ഇത്തരമൊരു വിധിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. എന്തായാലും വിദ്യാർത്ഥികളുടെയും സർവകലാശാലയുടെയും ഉത്തമ താല്പര്യം കണക്കിലെടുത്ത് ചാൻസലറും സർക്കാരും അതിലൊരു തീരുമാനമുണ്ടാക്കണം എന്നതായിരുന്നല്ലോ ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രനും ജസ്റ്റിസ് PV ബാലകൃഷ്ണനും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. വിദ്യാർത്ഥികളുടെ ക്ഷേമം അതിൽ കോടതി എടുത്തു പറയുന്നു. നല്ല കാര്യമാണ്. കാരണം നമ്മൾ കണ്ടതാണ് ഏത് രീതിയിലാണ് ഈ പറയുന്ന അങ്ങേയറ്റത്തെ ചേരിപ്പോര്, ചക്കളത്തിപ്പോര്, വിദ്യാർത്ഥികൾ ഓരോരോ കാര്യങ്ങൾക്ക് തടസ്സമാവും നമ്മൾ കാണുന്നതാണ് ഉമേഷ്. അപ്പോൾ മാത്രമല്ല കോടതി അത് നിയമവിരുദ്ധമാണ് എന്ന് തന്നെ, അല്ലെങ്കിൽ നിയമാനുസൃതമല്ല എന്ന് തന്നെ പറയുകയാണ്. അത് ഈ പറഞ്ഞ ആക്റ്റും സ്റ്റാറ്റ്യൂട്ട്സും ഒക്കെ കൃത്യമായി പരിശോധിച്ച ശേഷമാണ് ആ പറയൽ. പിന്നെയും സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാനുള്ള തീരുമാനം എന്തുകൊണ്ടാകണം ഉമേഷ്? ഒരുപക്ഷെ അത് രാഷ്ട്രീയം തന്നെയാകണം ഇതിലൊരു കാരണം നിലവിൽ വിവിധ യൂണിവേഴ്സിറ്റികൾ, പ്രത്യേകിച്ച് കേരള യൂണിവേഴ്സിറ്റിയിലടക്കം, ഒപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലടക്കം സർക്കാർ ഗവർണർ പോര് രൂക്ഷമാവുന്നുണ്ട്. അതിന് ഒരുപക്ഷെ ഏറ്റവും മുന്നിൽ നിന്ന് പോരാടുന്നത്, സർക്കാരിനെതിരെ പോരാടുന്നത് താൽക്കാലിക VC-മാരാണ്. കേരള യൂണിവേഴ്സിറ്റിയിൽ എടുത്തു കഴിഞ്ഞാൽ അത് മോഹനൻ കുന്നുമേലാണ്. ഇത്തരത്തിൽ താൽക്കാലിക VC-കളായി നിയമിച്ചവർ സർക്കാരിനെതിരെ അല്ലെങ്കിൽ ഗവർണറുടെ നയം നടപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടത്തുന്നു. SFI, KSU അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ അതിനെതിരെ നിൽക്കുന്നു. ഒപ്പം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഈ രീതിയിൽ നിൽക്കുന്നു. ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ കേരള യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും സംഘർഷഭരിതമായ സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് രാജ്ഭവന് ഒരു തിരിച്ചടി കിട്ടിക്കൊണ്ടുള്ള കോടതി ഉത്തരവ് വരുന്നത്. അത് മറ്റ് യൂണിവേഴ്സിറ്റികൾ, പ്രത്യേകിച്ച് കേരള യൂണിവേഴ്സിറ്റിയിൽ സമീപ ദിവസങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങൾക്ക് തന്നെ അത് ബാധിക്കും. പക്ഷെ നേരിട്ട് ബാധിക്കില്ല എങ്കിൽ പോലും ഒരു മേൽക്കൈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് വന്നു കഴിഞ്ഞു. കാരണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സമീപകാലങ്ങളിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ കോടതി വിധിയോടുകൂടി ഒരു വിധത്തിൽ സത്യമാണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ തോന്നൽ മാറ്റണമെങ്കിൽ വിശാലടിസ്ഥാനത്തിൽ രാജ്ഭവന് ഇതിലൊരു അനുകൂലമായ ഒരു വിധി കിട്ടണം. ഒരുപക്ഷെ ഈ രണ്ട് സർവകലാശാല, അതായത് ഡിജിറ്റൽ സർവകലാശാലയോ സാങ്കേതിക സർവകലാശാലയോ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അപ്പീൽ ആയിരിക്കില്ല സമർപ്പിക്കുക. ഒരു വിശാല അടിസ്ഥാനത്തിൽ ഗവർണർ ഇത്തരത്തിൽ 13 യൂണിവേഴ്സിറ്റികളിലും താൽക്കാലിക VC-മാരാണുള്ളത്. അതുകൊണ്ട് തന്നെ അത് വിദ്യാർത്ഥികളെ ബാധിക്കുന്നു. അതിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇടപെടലുകൾ ബാധിക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ഒരു കോടതി വിധി ഒരുപക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ വീണ്ടും രാജ്ഭവന് ഒരു മേൽക്കൈ കിട്ടും എന്നാണ് കരുതുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും അത്തരം ഒരു രാഷ്ട്രീയം തന്നെയാണ് വീണ്ടും സുപ്രീം കോടതിയിൽ പോയി ഒരു അപ്പീൽ നൽകാനുള്ള തീരുമാനത്തിലേക്ക് രാജ്ഭവൻ എത്തിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഇനി മറ്റൊരു ബില്ല് ഇപ്പോഴും അത് ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച ബില്ല്, സർവകലാശാല നിയമ ഭേദഗതി ബില്ല് രാഷ്ട്രപതിക്ക് അയച്ചത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് തീരുമാനമെടുത്തില്ല. ഒരുപക്ഷെ അതിൽ തീരുമാനമെടുത്താൽ ഈ താൽക്കാലിക VC, മറ്റ് യൂണിവേഴ്സിറ്റികളുടെ താൽക്കാലിക VC-യുടെ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള നിയമ തടസ്സം മാറുകയും അല്ലെങ്കിൽ സർക്കാർ തീരുമാനിക്കുന്ന രീതിയിലുള്ള ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ കഴിയുകയും ചെയ്യുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഈ 13 യൂണിവേഴ്സിറ്റികളിലും താൽക്കാലിക VC തുടരുന്നതിനെ ഒരു ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ഹർജി കൂടി വന്നു കഴിഞ്ഞാൽ അത് സർക്കാരിനെതിരെ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനത്തിനെതിരെ ഒരു അനുകൂലമായ പരാമർശം ലഭിച്ചാൽ പോലും അത് രാജ്ഭവന് മേൽക്കൈയാണ്. നിലവിൽ നിൽക്കുന്ന ഈ ക്ഷീണം മാറുകയും ചെയ്യും. നിയമപരമായ പിടിവള്ളി തേടുകയാണ് രാജ്ഭവൻ എന്ന് വേണം മനസ്സിലാക്കാൻ.
എന്തായാലും ഇവിടെ കാര്യം സർവകലാശാലകൾ കുട്ടികൾക്കുള്ളതാണ്, കുട്ടികൾക്ക് പഠിക്കാനും കുട്ടികളുടെ അക്കാദമിക കാര്യങ്ങൾക്കുമുള്ളതാണ്. കുട്ടികളുടെ അക്കാദമിക കാര്യങ്ങൾ ഇങ്ങനെ വഴിയാധാരമാകുമ്പോൾ പ്രയോറിറ്റി കുട്ടികൾക്കാണോ അതോ ചേരിപ്പോരിനും സ്വന്തം രാഷ്ട്രീയ താല്പര്യത്തിനാണ് കൂടുതൽ പ്രയോറിറ്റി എന്ന ചോദ്യമാണ് ഉച്ചത്തിൽ മുയങ്ങുന്നത്. സുപ്രീം കോടതി മറുപടി കൊടുക്കട്ടെ ബന്ധപ്പെട്ടവർക്ക്. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില ഒരു മര്യാദയില്ലാത്തവണ്ണം കുതിച്ചുയരുകയാണ്. 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് വില 450 മുകളിലാണ്. ഓണത്തിന് മുൻപ് എണ്ണ വില 600 കടക്കും എന്നാണ് വ്യാപാരികളുടെ വിലയിരുത്തൽ. ഡെയിലി കൂടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. കാരണം എല്ലാവരും ചോദിക്കണേ എന്താ ഇങ്ങനെ കൂടുന്നത്, നമ്മൾ കൊപ്ര കിട്ടാനില്ല എന്നൊക്കെ ഞങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നത്. ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്നവരോട് ചോദിക്കുമ്പോൾ കൊപ്ര കിട്ടുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. ബഡ്ജറ്റൊക്കെ ആകെ താറുമാറായിട്ടിരിക്കുകയാണ്. വാങ്ങണില്ല, വളരെ കുറച്ചാണ് വാങ്ങണത്. ഇപ്പോൾ വെളിച്ചെണ്ണയുടെ ഉപയോഗം കുറഞ്ഞു. വില കൂടിയെന്ന് പറഞ്ഞാൽ തേങ്ങക്ക് അത്ര വില മേടിക്കണില്ല നമ്മ കൊടുക്കുമ്പോ, പക്ഷെ വെളിച്ചെണ്ണക്ക് നല്ല വിലയുണ്ട്. ഇപ്പൊ വെളിച്ചെണ്ണ കുറവാ മേടിക്കുമെങ്കിലും കുറവാ മേടിക്കണേ. എന്നിട്ട് സൺഫ്ലവർ ഓയിലൊക്കെ മേടിക്കും. അപ്പൊ എന്ത് ചെയ്യാനാണ്, മേടിക്കാതെയും പറ്റൂലല്ലോ. വെളിച്ചെണ്ണ ഭയങ്കര വിലയാണ്, കൂടുതലാ വെളിച്ചെണ്ണ. ഇപ്പൊ തന്നെ 400 ചില്ലാനം രൂപയായി. ഇനി ഓണമാകുമ്പോ 500, 600 ഒക്കെ വരും. എങ്ങനെ ഒരു സാധനങ്ങൾ വാങ്ങിക്കുന്നത് നമ്മള്? സൂര്യശ്രീയാണ് വാർത്തയുടെ. സൂര്യശ്രീ ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ജൂലൈയിൽ 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് 150 രൂപയായിരുന്നു, 150 രൂപയും തേങ്ങയ്ക്ക് 32 രൂപയായിരുന്നു വില. ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ ഇന്നത്ര 450. ഇപ്പോൾ 410 നിന്ന് 450 എത്തിയത് കേവലം ദിവസങ്ങൾ കൊണ്ടാണ്. 450 നിന്ന് 500 എത്താൻ അത്ര ദിവസം പോലും വേണ്ടി വരില്ല. ഓണം വരാൻ പോകുന്നു, വെളിച്ചെണ്ണ വലിയ ആവശ്യമുള്ള സമയമാണ്. ഈ പോക്ക് ഇതെങ്ങോട്ടുള്ള പോക്കാണ് സൂര്യശ്രീ? കാശ്മീർ നാളികേരത്തിന്റെ നാട്ടിൽ നാഴിയിടങ്ങഴി വെളിച്ചെണ്ണ വാങ്ങാൻ പെടാപ്പാടുവിടുന്ന മലയാളികളെയാണ് നമുക്കിപ്പോൾ കഴിഞ്ഞ ഏതാനും കുറച്ച് ദിവസങ്ങളായി കാണുന്നത്. കാരണം വെളിച്ചെണ്ണ വിലക്കയറ്റിൽ തിളച്ചുമറുകയാണ് സംസ്ഥാനത്തെ മാർക്കറ്റുകൾ എന്ന് തന്നെ പറയാം. വിപണിയിൽ വെളിച്ചെണ്ണ വില കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ വളരെ റോക്കറ്റ് പോലെ കുതിച്ചുയരുകയാണ്. 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് 450 മുകളിൽ, മിക്ക കടകളിൽ 480, അത് ഈ 500-അടുത്ത് വരെയൊക്കെ എത്തിയിരുന്നത്. പല റീറ്റെയിൽ ഷോപ്പുകളും 500 ഇത്തരത്തിൽ വില. ഹോൾസെയിൽ മാർക്കറ്റിൽ 450 ഒക്കെയാണ് വെളിച്ചെണ്ണയ്ക്ക് വന്നിരിക്കുന്നത്. പ്രധാനമായും നാളികേരത്തിലുണ്ടായ ഒരു ഉൽപാദനക്കുറവ് അല്ലെങ്കിൽ നാളികേരത്തിന്റെ ഉൽപാദനക്കുറവും വില കൂടുതലുമാണ് ഇത്തരത്തിൽ വെളിച്ചെണ്ണയ്ക്ക് വിലയുയരാൻ കാരണമെന്നാണ് ഇത്തരത്തിൽ വിദഗ്ധർ തന്നെ അഭിപ്രായപ്പെടുന്നത്. നാളികേരത്തിന് വരെ 1 കിലോ നാളികേരത്തിന് 85-ഉം 90 രൂപയൊക്കെയാണ് വില വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ നാളികേരത്തിന്റെ വില വർദ്ധിച്ചു, കൊപ്ര കിട്ടാനില്ല, കൊപ്രയ്ക്ക് ക്ഷാമം വന്നു. ഇതൊക്കെ തന്നെ ഇത്തരത്തിൽ വിപണിയിൽ വെളിച്ചെണ്ണ വില തിളച്ചുമറിയാൻ ഒരു കാരണമാവുകയാണ്. ഇത്തരത്തിൽ പല സാധാരണക്കാർക്കൊക്കെ തന്നെ വെളിച്ചെണ്ണ വാങ്ങുവാൻ വലിയ പ്രതിസന്ധിയാണ് പറയുന്നത്. നമുക്കിവിടെ കുറച്ച് ചേച്ചിമാരോട് ചോദിക്കാം. ചേച്ചി, വെളിച്ചെണ്ണ വില ഉയർന്നതിൽ എന്താണ് വെളിച്ചെണ്ണയുടെ വില വർദ്ധിക്കുകയാണല്ലോ? എന്ത് പറയാനാ, വെളിച്ചെണ്ണ ഡെയിലി വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. 2500 രൂപ 3000 രൂപ ഉണ്ടായിരുന്ന വെളിച്ചെണ്ണ ഇപ്പൊ പെട്ടെന്ന് ഒരു ബോക്സ് വെളിച്ചെണ്ണ എടുക്കുമ്പോൾ 5000 രൂപ വരും. സാധാരണക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം തേങ്ങയുടെ വില ഡെയിലി വില കൂടിക്കൊണ്ടിരിക്കുക. 80 രൂപ 85 രൂപ 90 തേങ്ങക്ക് വിലയായി. അതാണ് സംഭവം. ഹാഷ്മി, ഇത് തന്നെയാണ്. മുന്നേ നമുക്കൊരു 500 രൂപയുണ്ടെങ്കിൽ കടയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ 3-4 ഐറ്റംസ് ഒക്കെ വാങ്ങാം. ഇപ്പോൾ ഒരു വെളിച്ചെണ്ണ തന്നെ കഷ്ടിച്ച് വാങ്ങാവുന്ന ഒരു അവസ്ഥയിലാണ്. അതിൽ വെളിച്ചെണ്ണ വില വർധന കാരണം സാധാരണക്കാരടക്കം വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇനി ഓണവിപണിയൊക്കെ തന്നെ അടുത്തെത്തുകയാണ്. അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ വില 600 കടന്നേക്കുമെന്ന് ഒക്കെ തന്നെയാണ് വ്യാപാരികൾ നമ്മളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. ഹോട്ടൽ ഉടമകളും ഒക്കെ തന്നെ വലിയ പ്രതിസന്ധിയിലാണ്. സമാന്തര എണ്ണകളുടെ ഉപയോഗം കൂടിയെന്ന് തന്നെ പറയാം. സൺഫ്ലവർ ഓയിൽ, പാം ഓയിൽ തുടങ്ങിയ എണ്ണകളുടെയൊക്കെ തന്നെ ഉപയോഗം കൂടിയെന്ന് പറയാം. സംസ്ഥാനത്തെ ഓയിൽ മില്ലുടമകളും ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു പ്രതിസന്ധി അനുഭവിക്കുകയാണ്. നമുക്ക് ഇവിടുത്തെ ഈ കടയുടെ ഉടമയോട് തന്നെ ചോദിക്കാം. ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു മില്ലിലാണ്. നമുക്ക് ചോദിക്കാം, ചേട്ടാ, എന്താണ് പ്രതിസന്ധി എത്രത്തോളം എത്തി? വില കൂടിയത് കാരണം കൊപ്ര എടുക്കാൻ പ്രയാസമാണ്. വളരെയധികം 3 ഇരട്ടിയാണ് കൂടിയേക്കുന്നത്. അപ്പോൾ കൊപ്ര എടുക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് 3 ഇരട്ടി ക്യാഷ് കൊടുക്കേണ്ടി വരും. പിന്നെ ഇനിയിപ്പോൾ സീസണാകാൻ പോയാണ്. അപ്പോൾ മഴയൊക്കെ ഒന്ന് തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തേങ്ങയുടെയൊക്കെ വില ഒന്ന് കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കർണാടകയിൽ സീസണാണ്, തമിഴ്നാട് സീസണാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് വലുതായിട്ട് അങ്ങോട്ട് കൂടി പോകാൻ സാധ്യതയില്ല. ഓണവിപണി എന്ന് പറയുമ്പോൾ ഇപ്പോൾ തേങ്ങ വന്നു കഴിഞ്ഞാൽ അപ്പോൾ കുറയും. തേങ്ങ ആയിക്കഴിഞ്ഞാൽ അപ്പോൾ വെളിച്ചെണ്ണ വില കുറയും. കാരണം ഈ വിലയ്ക്ക് വിൽപ്പന നടക്കില്ല. അത് ആയിക്കൊണ്ടിരിക്കണം, സീസൺ ആയിക്കൊണ്ടിരിക്കണുള്ളൂ. ഇനി അങ്ങോട്ട് വരാൻ പോവുകയാണ്, സീസൺ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇപ്പൊ തന്നെ മില്ലുടമകൾ നമ്മളോട് സൂചിപ്പിച്ചിരുന്നു, നാളികേരത്തിന്റെ വലിയ രീതിയിലുള്ള ഒരു ക്ഷാമം സംസ്ഥാനത്തുണ്ടെന്ന് തന്നെ പറയാം. കഴിഞ്ഞ ഈ ഡിസംബർ വരെ ഇത്തരത്തിൽ വലിയ രീതിയിലൊരു ക്ഷാമം അനുഭവപ്പെടാൻ തന്നെയാണ് കാരണം. ഇതിന്റെ ഇമ്പാക്ട് ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ സാധാരണഗതിയിൽ
മെഴുക്കുരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വൈഫ് ഒരുപാട് എണ്ണ ഒഴിക്കുമെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് എണ്ണ ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എല്ലാ വീടുകളിലും എണ്ണ പിടിച്ചേ ഒഴിക്കുകയുള്ളൂ. കടയിൽ പോകുമ്പോൾ എണ്ണ പിടിച്ചേ വാങ്ങുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കച്ചവടം ഇടിയും. ആ പ്രശ്നമുണ്ട്. സ്വാഭാവികമായും ഹാഷ്മി, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മലയാളിയുടെ ജീവിതത്തിൽ വെളിച്ചെണ്ണ ഒരു അത്യന്താപേക്ഷിതമായ ഘടകം തന്നെയായിരുന്നു. രാവിലെയുള്ള കറിക്ക് വറവ് താളിക്കുന്നത് മുതൽ നമ്മളുടെ കാച്ചി എണ്ണ തേച്ച് കുളിക്കുന്നത് വരെ മലയാളിയുടെ ഒരു ശീലമായിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇത്തരത്തിൽ തിളച്ചു പറയുന്ന രീതിയിൽ വെളിച്ചെണ്ണ വില ഉയർന്നത് കൊണ്ട് തന്നെ ആളുകളൊക്കെ തന്നെ സമാന്തര എണ്ണയിലേക്ക് പോയിരുന്നു. പണ്ട് 1.5 കിലോ അല്ലെങ്കിൽ 2 കിലോ ഒക്കെ ആഴ്ചയിൽ വെളിച്ചെണ്ണ വാങ്ങിയിരുന്നവരൊക്കെ തന്നെ ഇപ്പോൾ സമാന്തര എണ്ണകളിലേക്ക്, പാം ഓയിലും സൺഫ്ലവറിലേക്കും ആയിരിക്കുന്നു. വളരെ കുറച്ച് മാത്രമാണ് വെളിച്ചെണ്ണയുടെ ഉപയോഗം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യാപാരികൾക്കൊക്കെ വലിയ രീതിയിൽ നഷ്ടമുണ്ട്. പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ച് ഇത്ര വലിയ രീതിയിലുള്ള ഒരു വിലക്കയറ്റം ഉണ്ടാവുന്ന സാഹചര്യത്തിൽ വെളിച്ചെണ്ണ വാങ്ങുവാൻ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നാളികേരത്തിന്റെ ഉൽപാദനക്കുറവിലുണ്ടായ ഒരു പ്രതിസന്ധിയാണ് ഇത്തരത്തിൽ വെളിച്ചെണ്ണ വില വർധനയിലേക്ക് എത്തിയത്. കാരണം കൊപ്രയ്ക്കൊക്കെ തന്നെ ക്ഷാമമുണ്ട്. നമ്മൾ നാളികേരത്തിന്റെ നാടാണ് കേരളം എന്ന് സൂചിപ്പിക്കുമ്പോൾ പോലും ഉൽപാദനത്തിന്റെ കാര്യത്തിൽ കേരളം വളരെ പിന്നിലാണെന്ന് തന്നെ പറയാം. ഓക്കെ സൂര്യസ്, ഇതായിപ്പോൾ ചാണ്ടിയുമ്മൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. നിമിഷപ്രിയ വിഷയത്തിലാണ് പ്രതികരണം. ഈ സാജൻ ഈ കുടുംബമായിട്ട് പല ദിവസങ്ങളായി ചർച്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഞാൻ ഇപ്പോൾ വിട്ടു പറയുന്നില്ല. കാരണം നമുക്ക് ഈ കാര്യത്തിൽ കെയർഫുൾ ആയിട്ടൊരു മൂവ്മെൻ്റ് ആണ് ആവശ്യം. ആ കെയർഫുൾ മൂവ്മെൻറ്റ്സിന് ചിലപ്പോൾ ഒത്തിരി എക്സ്പോഷറും നല്ലതായിരിക്കില്ല എന്ന് കരുതുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലേക്കും ഞാൻ കടക്കുന്നില്ല. ഇവിടെ ആ കുടുംബവുമായിട്ടുള്ള ചർച്ച അടിയന്തരമായി നടത്തേണ്ടതുണ്ട്. ആ ചർച്ച നടത്തി ഫൈനലായിട്ടുള്ള ഒരു റിലീസിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ അതിന് വളരെ കെയർഫുൾ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണ് ആവശ്യം. ഇതിനകത്ത് സഹകരിച്ച എല്ലാവരെയും, പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി ഗവർണറിന് നന്ദി പറയുകയാണ്. അദ്ദേഹം ഒരു മനുഷ്യനായി, മനുഷ്യ സ്നേഹിയായിട്ടാണ് ഇതിനകത്ത് ഇടപെട്ടത്. അദ്ദേഹത്തിനോടുള്ള താല്പര്യം പ്രത്യേകം അറിയിക്കുന്നു. അതുപോലെ തന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവർകൾ, അദ്ദേഹം ശക്തമായ ഒരു എഫേർട്ട് ഇതിനകത്ത് എടുത്തു. അതുപോലെ ഞാൻ ഇവിടെ സൂചിപ്പിച്ച ശ്രീ സാജൻ ലത്തീഫ്, അദ്ദേഹത്തിന്റെ ഇടപെടലും വളരെ നിർണായകമായിരുന്നു എന്ന് ഈ അവസരത്തിൽ പറയാൻ സാധിക്കും. ഓക്കെ, ചാണ്ടിയുമ്മൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. നേരത്തെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും ചാണ്ടിയുമ്മന്റെ കാര്യം എടുത്ത് പറഞ്ഞിരുന്നു. ഈ പറയുന്ന രീതിയിൽ ദയാദനത്തിന് അവർ സമ്മതിക്കുകയാണെങ്കിൽ അതിൽ പണം കൊടുക്കാൻ ആളുകൾ തയ്യാറാണ് എന്ന മട്ടിൽ ചാണ്ടിയുമ്മൻ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെയും ഗവർണറെയും ചാണ്ടിയുമ്മൻ ഈ വിഷയത്തിൽ ഒരുപാട് വാതിലുകൾ മുട്ടി. അതിൻ്റെ കൂടെ ശ്രമഫലമാണ് നമ്മൾ ഈ കാണുന്ന ആശ്വാസം എന്ന് ഇപ്പോഴും പറയാൻ കഴിയും. ചാണ്ടിയുമ്മൻ പറയുന്നതാണ് സത്യം. അതിൻ്റെ കടമ്പകൾ, പ്രധാന കടമ്പകൾ ഇനിയും ബാക്കിയാണ്. ബഹിരാകാശ രംഗത്ത് പുതുചരിത്രം കുറിച്ച് ഇന്ത്യൻ സഞ്ചാരി ശുഭാംശു ശുക്ല 18 നാളത്തെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി. ആക്സിയം 4 സംഘം ഭൂമിയിൽ മടങ്ങിയെത്തി. ശുഭാംശു ശുക്ല ഉൾപ്പെട്ട സംഘത്തെയും വഹിച്ചുള്ള ഡ്രാഗൺ പേടകം കാലിഫോർണിയക്കടുത്ത് സാന്റിയാഗോ തീരത്ത് സ്പ്ലാഷ് ഡൗൺ ചെയ്തു. ബഹിരാകാശ ദൗത്യം പൂർത്തിയാക്കിയ രണ്ടാമത്തെ ഇന്ത്യക്കാരൻ എന്ന അഭിമാന നേട്ടവുമായാണ് ശുഭാംശുവിന്റെ മടക്കം. അദ്ദേഹത്തിന്റെ അമ്മയുടെ പ്രതികരണം എന്ന് കാണാം. बहुत अच्छा महसूस हो रहा है, बहुत ज़्यादा, बहुत खुशी हो रही है, अंदर से हम बयान नहीं कर सकते, बहुत ज़्यादा खुशी। प्रधानमंत्री जी ने भी बधाई दी थी और बहुत अच्छा लग रहा है, इसका कोई वर्णन नहीं किया जा सकता, इतना अच्छा। ഗഗൻയാൻ ദൗത്യത്തിനുള്ള മറ്റൊരു നാഴികക്കല്ല് എന്ന് ശുഭാംശുവിനെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. പ്രജിൻ സി കണ്ണൻ സയൻസ് ഡെസ്കിൽ നിന്നും. പ്രജിൻ, ഒറ്റവാക്കിൽ ചരിത്രം കുറിച്ചിരിക്കുന്നു വീണ്ടും നമ്മൾ, അല്ലേ? തീർച്ചയായിട്ടും ഹാഷ്മി, അതിന്റെ ആഹ്ലാദം, അതിന്റെ ആവേശം നമുക്ക് ഇന്ത്യൻ ശാസ്ത്ര സമൂഹത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് എല്ലായിടങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട ശാസ്ത്ര സെന്ററുകളിലും, സയൻസുമായി ബന്ധപ്പെട്ട എല്ലാ സെന്ററുകളിലും നമുക്ക് വലിയ ആഹ്ലാദവും ഒക്കെ ഈ ഘട്ടത്തിൽ കാണാൻ കഴിയുന്നു. എന്തായാലും ഏതാണ്ട് 4 മണിയോട് കൂടി തന്നെ ഭൂമിയിലേക്ക് തിരികെ എത്തി, ഭൂമിയിൽ കാലുറപ്പിച്ച് നിർത്തി ശുഭാംശു ശുക്ല എന്ന് നമുക്ക് കൃത്യമായി പറയാം. കൃത്യം 3:01 സ്പ്ലാഷ് ഡൗൺ സംഭവിച്ചത്. ഇന്നലെ വൈകിട്ട് 4:45 ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്നും അൺഡോക്ക് ചെയ്യപ്പെട്ട് ഭൂമിയെ ലക്ഷ്യമാക്കി നീങ്ങിയ ഡ്രാഗൺ ഗ്രേസ് പേടകം, അത് ഈ 4 സംഘത്തെയും വഹിച്ച് ഭൂമിയിലേക്ക് തിരികെ എത്തിയത് ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:01 പസഫിക് സമുദ്രത്തിൽ ഏതാണ്ട് ഇപ്പോൾ സാന്റിയാഗോയ്ക്ക് തീരത്തടുത്താണ് ആ സ്പ്ലാഷ് ഡൗൺ സംഭവിച്ചത്. വളരെ അക്യുറേറ്റ് ആയിട്ട്, കൃത്യസമയത്ത്, കൃത്യമായ രീതിയിൽ എന്താണോ പ്രതീക്ഷിക്കപ്പെട്ടത് ആ രീതിയിൽ സ്പ്ലാഷ് ഡൗൺ സംഭവിക്കുകയായിരുന്നു. അങ്ങനെ ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് ഇതെങ്ങനെ റിക്കവർ ചെയ്തു. കാരണം ഇവിടുത്തെ പകൽ സമയം, അവിടെ രാത്രി സമയമാണ്. 2 മണിക്കും പുലർച്ചെ 2 മണിക്കും 2:30ക്കും ഇടയിലായിട്ടാണ് ഈ സ്പ്ലാഷ് ഡൗൺ സംഭവിച്ചത്. പിന്നീട് റിക്കവറി ബോട്ട് ഉപയോഗിച്ച് ഈ പേടകത്തെ റിക്കവർ ചെയ്തെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിന് പിന്നാലെ റിക്കവറി ഷിപ്പിലേക്ക് ഈ പേടകത്തെ എത്തിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിന് പിന്നാലെ നമ്മൾ കണ്ടത് ആരാണ് പുറത്തേക്ക് ഹാച്ച് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. അതിൽ നമ്മൾ പ്രതീക്ഷിച്ചു ശുഭാംശു ശുക്ല ആദ്യം പുറത്തേക്ക് ഇറങ്ങുമോ. അങ്ങനെ കാത്തിരുന്ന ഏറ്റവും ഒടുവിൽ മിഷൻ കമാൻഡറായ പെഗി വിറ്റ്സൺ പുറത്തേക്ക് വരുന്നു ആദ്യം. അതിന് പിന്നാലെ നമ്മുടെ അഭിമാനം ശുഭാംശു ശുക്ല ഭൂമിയിലേക്ക് 18 ദിവസത്തെ ബഹിരാകാശ വാസം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതൊരു വലിയ അഭിമാന മുഹൂർത്തം
മുഹൂർത്തമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനെ വിശേഷിപ്പിച്ചത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയായ ഗഗൻയാൻ എന്ന പദ്ധതിക്കുള്ള ഒരു നാഴികക്കല്ല് കൂടിയാണ് എന്നാണ്. ആ രീതിയിൽ ഒരു പക്ഷേ ആദ്യമായി ബഹിരാകാശ നിലയത്തിലെത്തുന്ന ഇന്ത്യക്കാരൻ എന്ന ഖ്യാതി, അതോടൊപ്പം തന്നെ 41 വർഷങ്ങൾക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന ഇന്ത്യക്കാരൻ എന്ന ഖ്യാതിയൊക്കെ ഇപ്പോൾ ശുഭാംശു ശുക്ല നേടിക്കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ 18 ദിവസം അവിടെ പൂർത്തിയാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ചില പരീക്ഷണങ്ങൾ, 31 രാജ്യങ്ങൾ നിർദ്ദേശിച്ച 60ഓളം പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയാണ് ഈ 4-അംഗ സംഘം തിരികെ മടങ്ങിയത്. അതിൽ പെഗി ബിറ്റ്സനുണ്ട്, പോളണ്ടുകാരനായ സ്ലവോഷ് ഉസ്നാൻസ്കി വിസ്നിവ്സ്കി ഉണ്ട്, ഒപ്പം ഹംഗറിക്കാരനായ തിബോർ കാപ്പു ഉണ്ട്. അങ്ങനെ ഈ 4 പേരും തിരികെ ഭൂമിയിലേക്ക് എത്തുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇനി ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഭാവി ബഹിരാകാശ ദൗത്യങ്ങൾ ഈ രീതിയിൽ ഗവൺമെന്റ് എയ്ഡഡ് പ്രൈവറ്റ് എക്സ്പെഡീഷൻസ് അല്ലെങ്കിൽ മിഷൻസ് ആയിരിക്കും ഉണ്ടാവുക. സർക്കാർ സഹായത്തോടു കൂടിയുള്ള സ്വകാര്യ ബഹിരാകാശ ദൗത്യങ്ങളുടെ എണ്ണം ഒരുപക്ഷെ വർദ്ധിക്കാൻ പോവുകയാണ്. സ്പേസ് എക്സും ആക്സിയം സ്പേസും ഇതിൽ പ്രധാന പങ്കുവഹിച്ച ഒരു ദൗത്യമാണ്. ആക്സിയം സ്പേസ് ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട ദൗത്യവാഹകരെങ്കിൽ അതിന് കൂടുതൽ സപ്പോർട്ടായി നിന്നത് ഒന്ന് ISRO, മറ്റൊന്ന് നാസ, മറ്റൊന്ന് യൂറോപ്യൻ സ്പേസ് ഏജൻസി, ഒപ്പം ഹംഗറിയുണ്ട്, പോളണ്ടുണ്ട്, അതോടൊപ്പം തന്നെ ഇന്ത്യയും, അങ്ങനെ വിവിധ രാജ്യങ്ങളുണ്ട്. മാത്രവുമല്ല ഈ 31 രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ യൂറോപ്യൻ ഭാഗത്തുള്ള എല്ലാ രാജ്യങ്ങളും പെടുന്നുണ്ട്, അതോടൊപ്പം മറ്റ് ലോകരാജ്യങ്ങളും ഒക്കെ പെടുന്നു. അങ്ങനെ 31 രാജ്യങ്ങൾ നിർദ്ദേശിച്ച പരീക്ഷണങ്ങൾ കൂടി ഉൾപ്പെടുത്തിയായിരുന്നു ഈ ദൗത്യം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒറ്റ ഒബ്ജക്റ്റീവിനായി, ഒരു ലക്ഷ്യത്തിനായി ഒരുമിക്കുന്ന കാഴ്ച കൂടി കഴിഞ്ഞ 18 ദിവസം നമ്മൾ ബഹിരാകാശത്ത് കാണുകയും ചെയ്തു. എന്തായാലും ഇന്ത്യക്ക് വലിയ അഭിമാനം. ഇനി ഉണ്ടാകാൻ പോകുന്ന പുതിയ ദൗത്യങ്ങൾക്ക് നന്ദി കുറിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഇനി ഏറെ ദൂരം പോകാനുണ്ട് എന്ന സന്ദേശം നൽകുന്നു. ഒപ്പം തന്നെ വലിയ ആത്മവിശ്വാസവും ഒക്കെ ഇന്ത്യൻ ശാസ്ത്ര സമൂഹത്തിന് നൽകുന്നതാണ് ഇന്ന് ഈ തിരിച്ചുവരവിലൂടെ നമ്മൾ കണ്ടിരിക്കുന്നത്. ഹാഷ്മി, ശുഭാംശു അടക്കമുള്ളവർക്ക് പ്രജിൻ ഇനി ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലവുമായിട്ടൊക്കെ ഇനി ഒന്ന് കോപ്പപ്പ് ചെയ്യണം. ഇനി ബാക്കി എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും സങ്കല്പിക്കാൻ കഴിയാത്ത മറ്റൊരു ലോകത്തു നിന്നാണല്ലോ അവർ വരുന്നത്. അപ്പോൾ ഇനി വാട്ട് നെക്സ്റ്റ്, ഇനി എങ്ങനെയാകും അവരുടെ കാര്യം? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് 7 ദിവസത്തെ ഒരു ക്വാറന്റൈൻ അല്ലെങ്കിൽ ഒരു പുനരധിവാസം അവർക്ക് ആവശ്യമാണ്. പക്ഷേ നമ്മൾ കണ്ടു, നേരത്തെ ഇറങ്ങി വരുമ്പോൾ നമ്മളെല്ലാം പ്രതീക്ഷിച്ചു ഒരുപക്ഷെ ഭൂഗുരുത്വാകർഷണ ബലം അവർക്ക് എങ്ങനെയാണ് ഒരു സ്വാധീനം ഉണ്ടാവുക. കഴിഞ്ഞ 18 ദിവസം അവരുണ്ടായത് 0 ഗ്രാവിറ്റിയിലാണ്. അതുകൊണ്ട് തന്നെ തിരികെ ഇറങ്ങി വരുമ്പോൾ ആ ഭൂഗുരുത്വ ബലം അവർക്ക് അനുഭവപ്പെടുമ്പോൾ അതൊരു മാറ്റം, അവരെങ്ങനെയായിരിക്കും അതിന് പ്രതികരിക്കുക എന്നൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വളരെ കൂളായി തന്നെ പെഗി ബിറ്റ്സൺ ആദ്യം ഇറങ്ങി വരുന്നു, നിവർന്നു നിൽക്കുന്നു, നടന്നു പോകുന്നു. അതിന് പിന്നാലെ ശുഭാംശു ശുക്ല വരുന്നു, നിവർന്നു നിൽക്കുന്നു, നടന്നു പോകുന്നു. അപ്പോൾ വലിയ രീതിയിലൊന്നും വലിയ സ്വാധീനം അവർക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ 7 ദിവസം കൊണ്ട് തന്നെ തിരികെ പഴയ പടിയിലേക്ക് മാറാൻ അവർക്ക് കഴിയുകയും ചെയ്യും. പക്ഷേ അവർ കൊണ്ടുവന്ന ഒരുപാട് ശാസ്ത്ര വിവരങ്ങളുണ്ട്. അത് വിവിധ ശാസ്ത്ര മേഖലകൾക്കുള്ള വലിയ വലിയ സംഭാവനകളാണെന്ന് പറയാതെ വയ്യ. അത് ഈ പറയുന്നത് പോലെ ആ പരീക്ഷണങ്ങൾ ഉള്ളതാണ്. ഒന്ന് ക്യാൻസർ കോശങ്ങളുടെ പരീക്ഷണങ്ങൾ, ഒന്ന് മൂലകോശങ്ങളുടെ പരീക്ഷണങ്ങൾ, ഒപ്പം തന്നെ ഈ സൈനോ ബാക്ടീരിയകളെ വെച്ചുകൊണ്ടുള്ള പരീക്ഷണങ്ങൾ, ഒപ്പം തന്നെ മൈക്രോ ആൽഗകളെ വെച്ചുകൊണ്ടുള്ള പരീക്ഷണങ്ങൾ, ഒന്ന് നമ്മുടെ വിത്ത് മുളപ്പിക്കുന്ന പരീക്ഷണങ്ങൾ. അങ്ങനെ ഒരുപക്ഷെ ശാസ്ത്രലോകം കാത്തിരുന്ന ഒരുപാട് പുതിയ ഡേറ്റുകൾ അത് കൈമാറ്റം ചെയ്യാൻ പോവുകയാണ് ആക്സിയം സംഘത്തിലൂടെ. അതിനായുള്ള നടപടിക്രമങ്ങളിലേക്കായിരിക്കും വരും ദിവസങ്ങളിൽ ശാസ്ത്രലോകം കടക്കുക. ഓക്കെ, താങ്ക് യു പ്രജിൻ. അപ്പോൾ എന്തായാലും ഇന്ത്യയുടെ ശാസ്ത്ര മനുഷ്യ ബഹിരാകാശ യാത്രാ രംഗത്തുള്ള ഏറ്റവും നിർണായകമായ ഒരു നാഴികക്കല്ലാകുന്നു. വരാൻ പോകുന്ന ഗഗൻയാൻ ദൗത്യത്തിന്റെ വലിയ ഇന്ധനവും വലിയ ഊർജ്ജവുമാകുന്നു. അപ്പോൾ ശുഭാംശു ശുക്ല, കൺഗ്രാജുലേഷൻസ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ന്യൂസ് ഈവനിംഗ് പൂർണ്ണമാകുന്നു.